എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്ന് വെറുതെ സമയം കളയുന്ന? ഡാഡി നല്ല തിരക്കുള്ള ബിസിനസ്സുകാരനാണെന്ന് എനിക്കറിയാം. വെറുതെ ജോലി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ എന്റെ പുറകെ നടന്ന് സമയം കളയണ്ട. കുട്ടിക്കാലം മുതൽ നിന്റെ സ്കൂളിലെ ഏതെങ്കിലും ആനുവൽ ഡേയോ സ്പോർട്സ് ഡേയോ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ? അന്നൊന്നും എനിക്ക് തിരക്കുകൾ ഉണ്ടായിരുന്നില്ലെന്നാണോ നിന്റെ വിചാരം? എന്റെ കുടുംബത്തിന് വേണ്ടി എത്ര സമയം മാറ്റിവെക്കാനും എനിക്കൊരു മടിയുമില്ല. അതൊരു നഷ്ടമായി ഞാൻ കണ്ടിട്ടുമില്ല. നീയും സീതയും കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തോ ഉള്ളൂ. നിന്റെ മമ്മിക്കും അങ്ങനെ തന്നെയാ. ആ ഞങ്ങൾക്കാ നിന്നോട് ഒരു സ്നേഹമില്ലെന്ന് നീ പറയുന്നത്. അത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് എന്തുമാത്രം വിഷമം തോന്നുമെന്ന് നീ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ? ഡാഡി ഇപ്പൊ പറഞ്ഞില്ലേ, കുടുംബത്തിന് വേണ്ടി എത്ര സമയം മാറ്റിവെക്കാനും ഡാഡി തയ്യാറാണെന്ന്. ഞാനും എന്റെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ആകെയുള്ളൊരു വ്യത്യാസം എന്താന്ന് വെച്ചാ, ഞാൻ പാർവതി ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവളെ എന്റെ കുടുംബത്തിന്റെ ഭാഗമായി ഉറപ്പിച്ചു. അപ്പോ അവളെ അപമാനിക്കുന്നതും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതും ഞാൻ എങ്ങനെ സഹിക്കും? മമ്മി ആരെങ്കിലും വേദനിപ്പിച്ചാലോ അപമാനിച്ചാലോ ഡാഡിക്ക് സഹിക്കാൻ പറ്റുമോ? സീത എന്റെ ഭാര്യ. എന്റെ മനസ്സില് പാർവതി എന്റെ ഭാര്യയായി കഴിഞ്ഞു. ഞാൻ നിന്നോട് തർക്കിക്കാനല്ല വന്നത്. എനിക്കും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? കൈലാഷ്, നിന്റെ മമ്മിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവള് താഴെ കാത്തു നിൽക്കുന്നുണ്ട്. നീ ഒന്ന് വാ. അതെന്താ മമ്മിക്ക് ഇങ്ങോട്ട് വന്നാല്? ഞാൻ ഇങ്ങനൊരു സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ മമ്മിയുടെ സ്റ്റാറ്റസ് പോകുന്ന കരുതിയിട്ടായിരിക്കും. ഇങ്ങനെ എടുത്തിയാടി ഓരോന്ന് സങ്കല്പിക്കരുത്. സീത എന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാ. ഞാനാ വരേണ്ടെന്ന് പറഞ്ഞത്. എടാ, നിന്റെ അമ്മയ്ക്ക് കയറി വരാൻ പറ്റിയൊരു സ്ഥലമാണോ ഇത്? എന്നിട്ടും അവൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ഇവിടെ വന്ന് ഈ റൂമിന്റെ അവസ്ഥ കണ്ട നിന്റെ അമ്മയ്ക്ക് സഹിക്കില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞ് അവളെ പാർക്കിങ്ങിൽ നിർത്തിയത്. ഇപ്പോഴും നിനക്ക് നിന്റെ വാശിയാണ് വലുതെങ്കിൽ ഞാൻ അവളെ നിന്നെ കാണാൻ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, ഞാൻ വരാം. പക്ഷേ ഇതുകൊണ്ട് പ്രശ്നം തീരുമെന്ന് കരുതണ്ട. ഇൻഫാക്ട് മമ്മി പാർവതിയെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മിണ്ടാതെ നിൽക്കുന്ന ഡാഡി പ്രതീക്ഷിക്കരുത്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇത്രയും മോശമായ ഒരു സ്ഥലത്തേക്ക് നീ എന്തിനാ താമസിക്കാൻ പോയത്? ഞങ്ങളോട് വാശി കാണിക്കാനായിരുന്നെങ്കിൽ നിനക്ക് വല്ല കൂട്ടുകാരുടെ വീട്ടിലോ റിസോർട്ടിലോ വല്ലതും താമസിച്ചാ പോരായിരുന്നോ? എന്തിനാ സ്വന്തം ആരോഗ്യം കളയുന്നത്? അതിനകത്ത് താമസിക്കുന്നതും മനുഷ്യർ തന്നെയാണ് മമ്മി. അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ഞാനും ജീവിക്കും. ആദ്യം കുറച്ച് കുഴപ്പമൊക്കെ തോന്നിയിരുന്നു. ഇപ്പൊ എല്ലാം ശീലമായി. മമ്മി വെറുതെ സമയം കളയാതെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോവാൻ നോക്ക. അയ്യോ, പോകാനോ? ഞാൻ വന്നത് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനാ. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാണ് വെറുതെ എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ച സമയം കളയുന്നത്? എനിക്ക് കുറച്ച് മനസ്സമാധാനം തന്നാ മതി നിങ്ങള്. മോനെ, എനിക്ക് വല്ലാതെ ദേഷ്യം വന്നപ്പോ ഞാൻ നിന്നോട് അറിയാതെ വീട് വിട്ട് പോവാൻ പറഞ്ഞു. അതെന്റെ തെറ്റ് തന്നെയാ. പക്ഷേ നീ അത് കേട്ടപ്പോ ഇറങ്ങിപ്പോകുന്ന ഞാൻ വിചാരിച്ചില്ല. ഇതെന്റെയും കൂടി വീടാണ്, മമ്മിക്ക് എന്നെ ഇറക്കി വിടാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് വഴക്ക് കൂടുകയല്ലേ വേണ്ടത്? നടന്നത് നടന്നു. നീ എല്ലാം മറന്ന് തിരിച്ചു വാ. നീ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റില്ല. മമ്മിയോട് ക്ഷമിക്കടാ.
ദേ ഇവിടെയൊക്കെ താമസിച്ച് നീ വെറുതെ കഷ്ടപ്പെടണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. മമ്മി എങ്ങനെയൊക്കെ വിളിച്ചാലും ഞാൻ വീട്ടിലേക്ക് വരില്ല. ശരി, നീ തിരിച്ച് വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പാർവതിയെ മരുമകളായി സ്വീകരിക്കാൻ മമ്മി തയ്യാറാണെന്ന് പറഞ്ഞാൽ ഞാൻ വരാം. നീ വാശി പിടിക്കുന്നതല്ല ഇപ്പൊ തന്നെ നടക്കണമെന്ന് പറയുന്നത് ശരിയല്ല കൈലാഷ്. മമ്മി നിന്നോട് മാപ്പ് ചോദിക്കുകവരെ ചെയ്തു. എന്നിട്ടും അത് സാരമില്ലെന്ന് പറയാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലേ? ഇപ്പോ ഇവിടെ വെച്ച് പാർവതിയെ മരുമകളായി നിന്റെ അമ്മ സ്വീകരിക്കണോ? ഞങ്ങളെ അത്ര പോലും നിനക്ക് വിശ്വാസമില്ലേ? ഞങ്ങളുടെ സമ്മതം വാങ്ങാൻ നീ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. നിന്നെ കല്യാണം കഴിക്കാൻ പാർവതി സമ്മതിച്ചോ? അവള് സമ്മതിക്കുന്നതിന് മുമ്പ് ഇത്രയും വാശി കാണിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങള് നിന്റെ അച്ഛനും അമ്മയാ. അത് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. നീ തൽക്കാലം ഞങ്ങളോട് വാ. ബാക്കിയെല്ലാം വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. നിങ്ങൾ എനിക്ക് കുറ്റബോധം തോന്നിപ്പിക്കാൻ ഓരോന്ന് പറയണ്ട. അതിന് വർക്കൗട്ട് ആവില്ല. പാർവതിയുടെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാതെ ഞാൻ ഇനി തിരിച്ചു വരില്ല. നിങ്ങൾക്ക് അതിനുള്ള ഉദ്ദേശമില്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങോട്ട് വരരുത്. അങ്ങനെ വന്നാ ഞാൻ വേറെ ഏതെങ്കിലും ലോഡ്ജിലേക്ക് മാറും. പിന്നെ നിങ്ങൾ വിചാരിച്ചാലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നിക്ക്. നിന്റെയും പാർവതിയുടെയും കല്യാണത്തിന് ഞാൻ സമ്മതിച്ച നീ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരുമോ? അങ്ങനെ ചെയ്താ മമ്മിയുടെ സ്റ്റാറ്റസിന് കോട്ടം നട്ടില്ലേ? മമ്മിയുടെ കൂട്ടുകാരികളോട് മകൻ കമ്പനിയിൽ ഒരു തൊഴിലാളിയാണ് കല്യാണം കഴിച്ചതെന്ന് മമ്മി എങ്ങനെ പറയും? കൈലാഷ്, മതി, നിർത്ത്. സാരമില്ല, അവൻ പറയട്ടെ. അവൻ പറഞ്ഞതുപോലെ ഞാൻ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരുന്നു. പക്ഷേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോകത്തൊന്നും നിന്നേക്കാ വലുതല്ലെന്ന്. കാശും പണവും അംഗീകാരവും ഒന്നും നിന്നേക്കാൾ മമ്മിക്ക് വലുതല്ല. പാർവതിയെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവളെ മരുമകളായി സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പാർവതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരുന്നു. അവള് പാവപ്പെട്ട വീട്ടിലാണെങ്കിലും വളരെ നല്ല മനസ്സുള്ള കുട്ടിയാണെന്നാ എല്ലാരും പറഞ്ഞ. അപ്പൊ തന്നെ നീ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്റെ കൂട്ടുകാരും സമൂഹവും എന്ത് ചിന്തിക്കുമെന്ന കാര്യം